എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായ ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ വാഹനങ്ങളിൽ നെഗറ്റീവ് എനർജി കയറിയിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് എനർജി കയറിയിരിക്കാനായിട്ട് നിൻ്റെ സ്ഥലമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും അത് കയറിയിരിക്കും എന്നുള്ളൊരു റിയാലിറ്റിയിലേക്കാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. മുന്നേ ഒരിക്കൽ എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വന്ന ഒരു പാലക്കാടുള്ള ഒരു കക്ഷി. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അത്യാവശ്യം സ്പിരിച്വൽ ശക്തികൾ, പവറുകൾ ഉള്ളൊരു മനുഷ്യൻ കൂടിയാണ്. പക്ഷേ ഒരുപാട് പുള്ളിക്കാരൻ സ്ട്രഗിൾ ചെയ്ത് പല മേഖലയിലൂടെ സഞ്ചരിച്ചു. പക്ഷേ എല്ലായിടത്തും പുള്ളി പരാജയപ്പെട്ടു. ഒരുപാട് കടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു. വളരെ ബിസിനസ് ചെയ്യണതെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വൺസ് ഹീൽ ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പൈസ ഉണ്ടായില്ല. അപ്പോൾ പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാതിരിക്കണ്ട, അപ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഇളവൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ ഹീലിംഗ് ചെയ്തു, ഒരു പ്രാവശ്യം ഹീലിംഗ് ചെയ്തു. അപ്പോൾ ഹീലിംഗ് ചെയ്തതിന് ശേഷം പുള്ളിക്ക് നല്ല മാറ്റങ്ങൾ വന്നു. അതിന് ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളിക്കാരന് കുറച്ച് നെഗറ്റീവ് അടിച്ചപ്പോഴും എൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാനത് മാറ്റാനുള്ള വിദ്യകൾ ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹീലിംഗ് വേണം സാറേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തു. അപ്പോൾ സമയം കൊടുത്തെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് വിളിക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കത് വിളിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ എനിക്ക് തോന്നി ഇദ്ദേഹത്തിനെ വിളിക്കണമെന്ന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് വിളിക്കണം. അപ്പം അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഇദ്ദേഹം പാലക്കാട് നിന്നും തൃശ്ശൂർ വന്ന് പാറമേക്കാവ് അമ്പലത്തിൽ തൊഴുത് അവിടെ നിന്ന് ഉത്രാളിക്കാവിലൊക്കെ പോയിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയിൽ വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വണ്ടി അവിടെ എവിടെയെങ്കിലും സൈഡ് നോക്കി പാർക്ക് ചെയ്യുക, ഇപ്പോഴാണ് എനിക്ക് സമയം ചെയ്യാനായിട്ട്, നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ കോളിൽ ഇരുന്ന് ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ നമ്മുടെ ഡൗസിങ് റോഡ്, ഇപ്പോൾ ഹീൽ ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ റോഡ് വെച്ചിട്ട് ഡൗസിങ് റോഡ് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ റോഡ് ഇപ്പോൾ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കാണിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരാൾ വന്നാൽ അയാൾ ഈ റോഡ് ഇങ്ങനെ വെക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ പിക്ചറിലേക്കാണ് ഈ റോഡ് വെക്കുന്നത് കേട്ടോ, അതാ നോക്കിക്കോളൂ. എൻ്റെ പിക്ചറിലേക്ക് റോഡ് വെക്കുമ്പോൾ റോഡ് കറങ്ങി ഇങ്ങോട്ടേക്ക്, അതായത് പോസിറ്റീവ് എനർജിയാണ്. എന്നിലുള്ളത് പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ മിക്ക ആളുകളിലും എൻ്റെ അടുത്ത് വരുന്ന ആളുകളിലൊക്കെ അതേ ഇങ്ങനെ ബലമായിട്ട് പിടിക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഈ ക്രോസ് വന്ന നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്കാരൻ ഈ റോഡ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ റോഡുകൾ ഉണ്ടാക്കി ഞാനിപ്പോൾ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു റോഡ് വേണം എന്നിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ, പിച്ചറടിയോ ചെമ്പിൻ്റെയും കമ്പി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു അയ്യോ സാറ് ഉണ്ടാക്കിയിട്ടത് ബ്ലസ് ചെയ്ത് തന്നാൽ അതിന് പവർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ അതിന് സാഹചര്യം കൂടെ എന്തെന്ന് ഈ സാധനം ഉണ്ടാക്കി കുറേ പേർ കഴിച്ചു കൊടുത്തു. ആ കൂടുതൽ ഇദ്ദേഹവും എൻ്റെ അടുത്ത് റോഡ് വാങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം ഭാര്യ അദ്ദേഹത്തിൻ്റെ ഓറ നോക്കിയപ്പോൾ പോസിറ്റീവാണ് എന്ന് പറയുകയും ചെയ്തു നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ഭാര്യ നോക്കിയപ്പോൾ പോസിറ്റീവാണ്, ഞാൻ നോക്കുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻഡ്യൂഷൻ വരികയാണ്. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളെ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങും. ഇദ്ദേഹത്തോടുള്ളൊരു സ്കോർപ്പിയോൻ്റെ ഒരു ജീപ്പാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. ഞാൻ പറഞ്ഞു അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞു. ജീപ്പ് എന്നെ കാണിക്കേണ്ട, അവിടെ നിന്ന് മാറി നിന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. മാറി നിന്നിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നെഗറ്റിവിറ്റി ഇല്ല, അതായത് ന്യൂട്രൽ എനർജി ആയിട്ട് നിൽക്കുകയാണ്. പോസിറ്റീവ് അല്ല, ന്യൂട്രൽ എനർജി. കാരണം അദ്ദേഹം പാറമേക്കാവിലൊക്കെ പോയി മുട്ടക്കറിക്ക് വന്നേക്കുന്ന ആളാണ്. അപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ തിരിച്ച് ഞാൻ പറഞ്ഞു വീണ്ടും വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു. അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വീണ്ടും ഇരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഭയങ്കര നെഗറ്റീവ്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ആണ് നെഗറ്റീവ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഡെയിലി പുള്ളി യാത്ര ചെയ്യാണ് കംപ്ലീറ്റ്. ഞാൻ വെച്ചാൽ ഡെയിലി യാത്ര ചെയ്യാറുണ്ടെന്ന് വെച്ചു. ഡെയിലി യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് താങ്കൾ നെഗറ്റീവ് പോകുന്നത്? അപ്പോൾ ഈ വണ്ടി എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ CC-ക്കാർ പിടിച്ച ഒരു വാഹനമാണത്. നമ്മൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ നമ്മൾ ഇവർ പിടിച്ചിട്ട് പോകില്ല, ബാങ്കുകാർ, പ്രൈവറ്റ് ബാങ്കുകാർക്ക് ഇങ്ങനെ വണ്ടി പിടിച്ചിട്ട് പോകണില്ല. അങ്ങനെ പിടിച്ചിട്ട് പോയ വണ്ടിയാണ്. ആ പിടിച്ചിട്ട് പോയ വണ്ടി എന്ന് വെച്ചാൽ ആ വണ്ടി ആരെന്നോട് പറഞ്ഞുതരാം, അതൊരു വലിയൊരു ക്ഷേത്രത്തിൻ്റെ
വണ്ടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർമാന്ത്രികങ്ങളൊക്കെ ചെയ്യുന്നതായ ഒരു ക്ഷേത്രമല്ല, അത് ബന്ധപ്പെട്ട ഒരു കാവ് പോലത്തെ സ്ഥലം, അത് ഏതാണെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ അവിടെ നിന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയ വണ്ടിയാണ്, പിടിച്ചുകൊണ്ടുപോയ വണ്ടിയാണ്. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം അവർ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പണി ആ വണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം അത് വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു നെഗറ്റീവ് ഉപയോഗിക്കുന്നതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനം അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാളെ ഹീൽ ചെയ്യുന്നതിന് പകരം നമ്മൾ മൊത്തമായിട്ട് ഹീൽ ചെയ്യണം. ഇയാളെയും വണ്ടിയും കൂടി ഉൾപ്പെടെ ആ നെഗറ്റീവ് മൊത്തം വലിച്ചെടുത്ത് കളയുന്നു. മഹാകാളി ഹീലിങ്ങിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. മഹാകാളി ഹീലിംഗ് സാധാരണ നമ്മൾ ശത്രുബാധ മാറ്റാനും സോൾ റിലീസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വെറൈറ്റി ഹീലിങ്ങുകളും നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം വർക്കാവുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ അത് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ എനർജി ഓക്കെ. പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ കോട്ടുവായ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം, വണ്ടി കത്തിരുന്ന് ഭയങ്കര കോട്ടുവായ, ഭീകരമായ കോട്ടുവായകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം പുള്ളിക്ക്. ഇത് കഴിഞ്ഞപ്പോൾ ശാന്തമായി, പുള്ളിയുടെ ഫേസ് നല്ല റെഡ് കളറായി, പിങ്ക് കളറായി, പുള്ളി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വണ്ടി നിങ്ങൾ ശുദ്ധീകരിക്കണം, കൊണ്ടുപോയിട്ട് ശുദ്ധീകരിക്കാനുള്ള വിദ്യയും ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അത് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ വീഡിയോയിൽ പറയുകയാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ശുദ്ധീകരിക്കാനുള്ളൊരു വിദ്യ പറഞ്ഞുതരാം. അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത്, എനിക്കിങ്ങനെ ദേവിയുടെ ഒരു ഇത് വരുന്നതാണ് സമയത്ത് ഇന്ന പോലെ ചെയ്യണമെന്ന് ഇങ്ങനെ ഇതിങ്ങനെ വരും, മെസ്സേജ് ഇങ്ങനെ വരും. അദ്ദേഹത്തിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാളികേരം, നല്ല വെള്ളമുള്ള നാളികേരം എടുത്തിട്ട് ദേവീനെ പ്രാർത്ഥിക്കുക, നമ്മൾ മഹാകാളിനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ വണ്ടിയുടെ ചുറ്റും ഇങ്ങനെ നടക്കുക, പ്രദക്ഷിണം ചെയ്യുക, 3 പ്രദക്ഷിണം. ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വണ്ടിയുടെ ബോണറ്റിൽ ആദ്യം മുട്ടിച്ച്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോറിൽ മുട്ടിച്ച്, അടുത്ത ഡോറിൽ മുട്ടിച്ച്, ബാക്കിൽ പോയി ബാക്ക് ഡോറിൽ മുട്ടിച്ച്, അങ്ങനെ 3 സൈഡുകളിൽ മുട്ടിച്ച് 3 റൗണ്ട് അടിക്കണം. ഈ 3 റൗണ്ട് അടിച്ചിട്ട് നാളികേരം എന്ത് ചെയ്യണം, നാളികേരം പൊതിഞ്ഞ് അവിടെ വെക്കണം വണ്ടിക്കകത്ത്. എന്നിട്ട് നേരെ വണ്ടിയായിട്ട് പോയി ഏതെങ്കിലും ഒരു കോവിലിൽ പോയിട്ട്, ഗണപതിയുടെ കോവിലിൽ പോയിട്ടാണെങ്കിൽ അവിടെ ഉടയ്ക്കുക, അല്ലെങ്കിൽ ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നാളികേരം സമർപ്പിക്കുക, ദേവിയുടെ നടക്ക സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിയുടെ നെഗറ്റീവ് അവിടെ ഇറങ്ങിപ്പോവും. എന്നിട്ട് 4 ചെറുനാരങ്ങ മേടിക്കുക. എന്നിട്ട് 4 ചെറുനാരങ്ങ വാങ്ങിയിട്ട് നിങ്ങൾ അതിന് ശേഷം വണ്ടി എടുക്കുമ്പോൾ ഈ 4 ചെറുനാരങ്ങയും ടയറിൻ്റെ അവിടെ അങ്ങോട്ട് 4 ടയറിലും ഇങ്ങനെ അമർത്തി വെച്ചിട്ട് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചങ്ങോട്ട് പോവുക. കഴിഞ്ഞ പരിപാടി. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഇതിനു വേണ്ടി ഒരു മഹാപൂജ ഒന്നും ചെയ്യേണ്ട. ഇത്രയും കാര്യം, ഒരു 4 ചെറുനാരങ്ങയും ഒരു നാളികേരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ എനർജി ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പുതിയ ഒരു കാര്യം പഠിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് എനിക്കറിയാത്ത കാര്യങ്ങളാണ്. ആ സമയത്തൊക്കെ വേണ്ടി എനിക്ക് ദേവി അന്ന സമയത്ത് കാണിച്ചു തരുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് സ്പിരിച്വൽ പവർ ഉള്ള ഒരാളും കൂടി കേട്ടോ. അത്യാവശ്യം അദ്ദേഹം ഒരു നല്ല ഭാവിയുള്ള ആളാണ്. അദ്ദേഹം ഒരു നല്ലൊരു ഒരു പൂജാരി പോലത്തെ ഒരാളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പൂജാരി മീൻസ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക, പറയുക, അങ്ങനെ അതിന് കഴിവുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിനെ നോക്കുമ്പോൾ എനിക്ക് ദേവിയുടെ പ്രസൻസ് സാറിൽ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷമായി, ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ. കാരണം ദേവിയാണ് നമ്മളോട് ഇരിക്കുന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഒരാൾ കണ്ടു പറയുന്നത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ ദേവിനെ അയാൾക്ക് കാണാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം, അതൊരു വലിയ ഭാഗ്യമാണ് പുള്ളിക്കാരന്. കാരണം ഈ ദേവത അങ്ങനെ ആരെയും കാണിച്ചു കൊടുക്കാറില്ല. ഇന്ന ദേവതയാണ് ഇരിക്കുന്നതെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത് കുറച്ച് രഹസ്യ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു ദേവതയാണ്. മഹാകാളി തന്നെയാണെന്ന് ഞാൻ പറയും. പക്ഷേ മഹാകാളിനെ കാണാൻ ആർക്കും പറ്റില്ല പെട്ടെന്ന്. വേറെ ദേവതകളായിരിക്കും നിങ്ങൾ കാണുക. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിൽ പറയണമെന്ന് തോന്നി. പ്രത്യേകത ഉള്ളൊരു അനുഭവം ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി. നിങ്ങളുടെ വാഹനത്തിൻ്റെ എനർജീനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് വേണമെങ്കിൽ, അത് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ വണ്ടി ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്യുക, പുറത്തും അകമൊക്കെ അടിച്ച് കഴുകുക. കാരണം ഈ ഇങ്ങനെയുള്ള സംഗതി ചില ഭസ്മം പോലുള്ള സാധനങ്ങളൊക്കെ ആളുകൾ വണ്ടിക്കകത്ത് നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ തുടച്ചാലൊന്നും പോകില്ല, അടിച്ചാലൊന്നും പോകില്ല. അതങ്ങനെ അംശങ്ങൾ പിടിച്ച് വണ്ടിക്കകത്ത് കിടക്കാനുള്ള ഒരു സാധനം. അപ്പോൾ ഈ വണ്ടിയിലും അതുപോലെ ഭസ്മത്തിൻ്റെ അംശം പോലെ എനിക്ക് തോന്നി. അദ്ദേഹം പറയുകയും ചെയ്തു, എന്തോ ഭസ്മത്തിൻ്റെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഗതി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വണ്ടിക്കകത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മുടെ പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ. ഈ പച്ചക്കർപ്പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പച്ചക്കർപ്പൂരം നമ്മുടെ കടകളിൽ, മരുന്നുകളിൽ വാങ്ങാൻ കിട്ടും പച്ചക്കർപ്പൂരം. ഇതാണ് പച്ചക്കർപ്പൂരം. അപ്പോൾ ഇത് നല്ല ഒരു നൈസായിട്ടുള്ള പൊടിയാണത്, കട്ടായിട്ടൊക്കെ ഉണ്ടാവും. അത് പൊടിച്ചെടുക്കാം. ഈ പച്ചക്കർപ്പൂരം ഇതുപോലെ തന്നെ നല്ല നമ്മളിങ്ങനെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഈ സാധനം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് വാങ്ങിയിട്ട് കുറച്ച് ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഭസ്മം ഇതും കൂടി ഒരു തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് വണ്ടികളിൽ
പല സ്ഥലങ്ങളിലായിട്ട് ഡാഷിൽ ബാക്കിലൊക്കെ വെക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നല്ല പെർഫ്യൂം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സ്പ്രേ അടിക്കണ്ട. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി വരെയില്ല വണ്ടിക്കകത്ത്. ആരെങ്കിലും നെഗറ്റീവായ ഒരു പേഴ്സൺ വണ്ടിക്കകത്ത് കയറിയെന്നിരിക്കും, ആ നെഗറ്റിവിറ്റി വണ്ടിക്കകത്തേക്ക് വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ മെറ്റൽ, ഇരുമ്പിനകത്ത് ഈ സാധനം വേഗം കയറി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ പിച്ചറുടെയും പഞ്ചലോഹത്തിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ എനർജി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ വണ്ടി മെറ്റലല്ലേ, മെറ്റലാണുള്ള വണ്ടിയുടെ മുഴുവൻ പാർട്ടുകളും, എഞ്ചിൻ വരെ മെറ്റലാണ്. അപ്പോൾ അതിനകത്തൊക്കെ നെഗറ്റീവ് എനർജി കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നെഗറ്റീവ് എനർജി കയറി നിന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് എപ്പോഴും കംപ്ലയിൻ്റ് ആയിരിക്കും. വെറുതെ പോകണ വണ്ടി നിന്ന് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ടയർ പഞ്ചറാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടാവും, അത് മാറ്റാനുള്ള കാര്യങ്ങൾ നോക്കുക. അതിന് എൻ്റെ അടുത്തേക്കൊന്നും ആരും വരണ്ട, ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ കൂടി നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വരിക. ഞാൻ ശ്രമിച്ച് നോക്കാം. ഇപ്പോൾ ഇതൊരെണ്ണം മാറിയിട്ടുണ്ട്, അപ്പോൾ ബാക്കിയുള്ളതും ഇനി വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിന് പുതിയൊരു തുടക്കമാണ് നമ്മൾ അതിനകത്ത് വന്നത്. മഹാകാളി ഹീലിങ്ങിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.